ജയസൂര്യൻ സർ, കഴിഞ്ഞ ദിവസം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി എന്തായിരിക്കും, അല്ലെങ്കിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്നായിരുന്നു നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സുപ്രീം കോടതി അതിൽ വ്യക്തമായൊരു ധാരണ വരുത്തിയിട്ടില്ല. ശേഷം അത് 9 അംഗ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ആ ബെഞ്ചായിരിക്കും ഇനി ഈ വിഷയം പഠിച്ച് ഒരു തീരുമാനമെടുക്കുക. കേരളത്തിൽ അതിനുശേഷം ഉണ്ടായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ പറഞ്ഞത് തിരുത്തേണ്ടിടത്ത് തിരുത്താൻ സർക്കാർ തയ്യാറാകണം എന്നാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി 9 അംഗ ബെഞ്ചിന് വിഷയം വിട്ടത് വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ സംസ്ഥാന സർക്കാർ തിരുത്തേണ്ടത് തിരുത്താൻ തയ്യാറാകണമെന്ന് പറയുന്നതിനെയും ഒക്കെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? മാത്രമല്ല, സംസ്ഥാന സർക്കാർ നേരത്തെ നടത്തിയ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ സർക്കാർ എടുത്ത നിലപാടുകളെ കൂടി നമുക്ക് എങ്ങനെ പുനഃപരിശോധിക്കാം? ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാരാണെങ്കിലും വലതുപക്ഷ സർക്കാരാണെങ്കിലും എടുക്കാൻ പോകുന്ന നിലപാട് തീർച്ചയായിട്ടും ഹിന്ദു ഭക്തജനങ്ങൾക്ക് അനുകൂലമായ ശക്തമായ നിലപാട് തന്നെ ആയിരിക്കും. ഇല്ല എങ്കിൽ ആർക്കാണെങ്കിലും ഭരണം നഷ്ടപ്പെടും, വോട്ട് നഷ്ടപ്പെടും എന്ന് ബോധ്യമായി. അതായത് ശബരിമലയിൽ ആചാര ലംഘനത്തിന് വേണ്ടി കോടതിയുടെ വിധിയെ കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ കർശനമായിട്ട് ഞങ്ങൾ അത് ഇപ്പോൾ നടപ്പാക്കും എന്ന് പറയാനുള്ള ധൈര്യം ഇന്ന് LDF-നും ഇല്ല, UDF-നും ഇല്ല. അത് ഭക്തജനങ്ങൾ നേടിയ വലിയ ഒരു വിജയമാണ്. അതായത് ഓരോ ക്ഷേത്രത്തിന്റെയും ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും വിശ്വാസ പ്രമാണങ്ങളെ സംബന്ധിച്ചും കൃത്യമായ വിവരം കോടതിയിൽ കൊടുക്കാതെ കോടതിയുടെ മുമ്പിൽ നിന്ന് സത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് സ്വന്തം വിപ്ലവം വിജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കമാണ് 8 നിലയിൽ പൊട്ടിയത്. അതിന്റെ തിരിച്ചടി ഇടതുപക്ഷത്തിന് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ച ഇടതുപക്ഷം ഇനി ഒരു കാലത്തും ശബരിമലയെന്നല്ല ഒരു ക്ഷേത്രത്തിന്റെയും ഒരു ആചാരങ്ങളിലും കൈവെക്കാൻ ധൈര്യപ്പെടുകയില്ല. ഇത് ഒരു വശം. ഇനി മറുവശം, ഇടതുപക്ഷം ഇപ്പോൾ ഹിന്ദുക്കളോടൊപ്പം നിൽക്കുകയും ഹിന്ദുവിനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടിലേക്ക് മാറാനാണ് സാധ്യത. കാരണം സംഘടിത മുസ്ലിം വോട്ട് ബാങ്ക് UDF-നോടൊപ്പം പോയേക്കും എന്നൊരു ഭയം ഇടതുപക്ഷത്തിന് പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ ഹിന്ദുക്കളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു ഇടതുപക്ഷത്തെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി പാർട്ടിക്കകത്ത് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള ഒരു സമയമായിരിക്കും അവര് ഇനി ഉപയോഗിക്കുക. ഇലക്ഷൻ തൊട്ട് മുമ്പ് വന്ന് നിൽക്കുന്നു. ഈ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ശബരിമല വിഷയത്തിൽ യുവതീ പ്രവേശത്തിന് അനുകൂലമായ നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചാൽ അവർക്ക് തുടർഭരണം എന്നല്ല, ഇനി ഒരു കാലത്തും കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ മലക്കം മറിച്ചിൽ നമ്മൾ കാണാൻ പോവാണ്. ഇനി സത്യം പറഞ്ഞാൽ RSS-നെ പോലും കടത്തിവെട്ടുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളെ കടത്തിവെട്ടുന്ന തരത്തിൽ അതികഠിനമായിട്ടുള്ള ഹിന്ദു സ്റ്റാൻഡ് CPM കൈക്കൊള്ളാനാണ് പോകുന്നത്. സർ, ഈ വിഷയത്തിൽ BJP എന്ത് നിലപാടെടുക്കും? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ സുപ്രീം കോടതിയുടെ വിധി ശബരിമല യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് എന്തു തന്നെയായാലും BJP എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? BJP ഈ വിഷയത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണോ വേണ്ടത്, ഒരു സമൂഹം, ഭക്തജന സമൂഹം എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു സ്റ്റാൻഡിലായിരിക്കും അടിയുറച്ചു നിൽക്കുക. കാരണം ഓരോ ക്ഷേത്രത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി അവിടുത്തെ ഭക്തജനങ്ങൾ, അവിടുത്തെ തന്ത്രിമാർ, ആ രീതിയിലുള്ള ദൈവജ്ഞന്മാർ രൂപപ്പെടുത്തിയതാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ശാസ്ത്രീയത, വിശ്വാസം, ഇതൊക്കെ പിൻബലമായിട്ടുള്ളിടത്തോളം കാലം അതിനെ അതിലംഘിക്കാൻ വേണ്ടി ഏത് ഭരണകൂടവും ഏത് കോടതിയും ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ മര്യാദ. ആ മര്യാദ പാലിക്കണം എന്നുള്ളതാണ് BJP-യുടെ സ്റ്റാൻഡ്. അതായത് ഓരോ ക്ഷേത്രത്തിന്റെയും ഓരോ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് വ്യത്യസ്തമായ ക്ഷേത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളും ഉണ്ടായത്. അതനുസരിച്ചാണ് ഭക്തജനങ്ങൾ പെരുമാറുന്നത്. അപ്പോൾ ആ ക്ഷേത്രങ്ങളെയും ദേവതാ സങ്കല്പങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും മാറ്റിമറിക്കാനുള്ള അധികാരം ആരും സർക്കാരിന് കൊടുത്തിട്ടില്ല, കോടതിക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കോടതിയുടെയോ സർക്കാരിന്റെയോ നിലപാട് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദേവാലയത്തിന്റെയും ആരാധനാക്രമങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുകയില്ല.
ഇനി അഥവാ മാറ്റണം എന്നുണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ മാറ്റേണ്ടി വരികയാണെങ്കിൽ അതിന് ക്ഷേത്ര അനുബന്ധമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ദേവപ്രശ്നം വെച്ച് ദേവന്റെ ഹിതം അറിഞ്ഞിട്ട് ക്ഷേത്രത്തിന്റെ തന്ത്രിയുമായി ആലോചിച്ച് ഭക്തജനങ്ങളും തന്ത്രിയും അതുപോലെ ദേവജ്ഞനും ആയിട്ട് ഇരുന്നിട്ടാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തീരുമാനമെടുക്കുക. കോടതികളും ജനാധിപത്യവും ഗവൺമെന്റും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഓരോ ക്ഷേത്രങ്ങളിലുമുള്ള ഒരു സംവിധാനമാണ് ഇത്. അതായത് ഭക്തജനങ്ങളും ദൈവജ്ഞനും തന്ത്രിയും അടങ്ങുന്ന സമൂഹം ഈ വിഷയത്തിന്റെ നാനാവശങ്ങളെ പരിശോധിച്ച് പഠിച്ചതിന് ശേഷം ദേവഹിതം കൂടി അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണ് എടുക്കുക. ശബരിമലയിലും ആ തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഉചിതം എന്നുള്ള നിലപാടാണ് BJPക്കുള്ളത്. BJP ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാം സർക്കാർ ഈ വിഷയത്തെ പിന്നീട് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന്. പലതരത്തിൽ വിശ്വാസികളെ കൂട്ടിച്ചേർക്കുന്നു എന്ന രീതിയിൽ ഏറ്റവും ഒടുവിൽ അവർ പമ്പയിൽ വെച്ച് നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ സർക്കാർ ഇതിൽ പുതിയൊരു നിലപാടാണ് സർക്കാർ എടുക്കുന്നത്. അപ്പോൾ വീണ്ടും ശബരിമലയിൽ യുവതികളെ കയറ്റാൻ മാത്രം, അല്ലെങ്കിൽ ശബരിമലയിൽ സ്ത്രീകളെ ഈ രീതിയിൽ നേരത്തെ ചെയ്തതുപോലെ അത്തരത്തിലൊരു പെരുമാറ്റം ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇങ്ങനെ മയംവരുത്തി ചോദിക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു മണ്ടത്തരം കാണിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ്. വീണ്ടും ഒരു മണ്ടത്തരം കാണിക്കാൻ സർക്കാർ ഒരിക്കലും തയ്യാറാവില്ല. സർക്കാരിന് യഥാർത്ഥത്തിൽ യുവതീ പ്രവേശമോ ആ വിഷയമോ അല്ല താല്പര്യം. യുവതീ പ്രവേശം എന്നുള്ള ആ വിവാദ വിഷയം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. യുവതീ പ്രവേശത്തിന്റെ കോലാഹലങ്ങൾ പത്രമാധ്യമങ്ങളിൽ നിറയുകയും ജനങ്ങൾ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങുകയും വലിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പം കേരളീയ സമൂഹത്തിൽ ഉയർത്തിവിടുകയും ചെയ്തതിന്റെ മറവിൽ ആ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു CPMന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവരുണ്ടാക്കിയ ഒരു വിവാദമല്ലേ ഈ കേസ് എന്ന് പോലും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് മാധ്യമങ്ങളുടെ ശ്രദ്ധ, ഭക്തജനങ്ങളുടെ ശ്രദ്ധ, പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ യുവതീ പ്രവേശം എന്ന സെൻസേഷണൽ ഇഷ്യൂവിലേക്ക് മാറുമ്പോൾ ക്ഷേത്രത്തിന്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയാൽ ആരും ചോദിക്കില്ലല്ലോ, ആരും അറിയില്ലല്ലോ എന്നുള്ള സമർത്ഥമായ തന്ത്രമാണ് ഇടതുപക്ഷ സർക്കാർ ഇവിടെ കൈക്കൊണ്ടത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യുവതീ പ്രശ്നമോ യുവതീ പ്രവേശനമോ ഒന്നുമല്ല. സ്ത്രീ പുരുഷ സമത്വമോ യുവതീ പ്രവേശമോ കമ്മ്യൂണിസത്തിന് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള നിലപാടുകളോ മാനുഷികതയോ സാമൂഹ്യ സമത്വമോ അല്ലെങ്കിൽ സ്ത്രീപക്ഷ പോരാട്ടമോ ഒന്നുമല്ല. അവരുടെ ഉദ്ദേശം പരമാവധി സ്വത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകണം. അങ്ങനെ സ്വത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിലേക്ക് ശ്രദ്ധ തിരിയാതിരിക്കാൻ വേണ്ടി ഒരു നാടകം. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിദഗ്ധന്മാരായ കള്ളന്മാര് വാഴത്തോട്ടത്തിന് തീയിട്ടിട്ടാണ് വീട്ടിൽ മോഷ്ടിക്കാൻ വരിക. അതായത് തോട്ടത്തിന് തീയിടുമ്പോ രാത്രിയിൽ വീട്ടിലുള്ളവരെല്ലാം തീയെടുത്താൻ പോകും. ആ സമയത്ത് വീടിനകത്ത് കയറി മോഷ്ടിക്കും എന്ന് പറയും പോലെ തോട്ടത്തിന് തീയിട്ടിട്ട് വീട്ടിൽ കയറി മോഷ്ടിക്കുന്ന തന്ത്രമാണ് ഇവിടെ ഇടതുപക്ഷ ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത്തരം ഒരു മണ്ടത്തരത്തിലേക്ക് അവർ പോകാൻ പോകുന്നില്ല. ഇനിയിപ്പോ അവിടുന്ന് കട്ട് മോഷ്ടിച്ചു കൊണ്ടുപോകാനൊന്നും ബാക്കിയില്ല. മൊത്തം കട്ട് മോഷ്ടിച്ച് കടത്തിക്കൊണ്ട് പോയ സ്ഥിതിക്ക് ഇനി ഈ പ്രശ്നത്തിന്റെ പിന്നാലെ പോകാൻ ഭരണകൂടം തയ്യാറാകാൻ പോകുന്നില്ല. സർ, നമുക്കറിയാം പലരും, നമ്മൾ ഉൾപ്പെടെ ABC മലയാളം ഉൾപ്പെടെ ആ സമയത്ത് വാർത്ത നൽകിയിരുന്നു. ഒരു പ്രായശ്ചിത്തം എന്നോണമാണ് സംസ്ഥാന സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം ഉൾപ്പെടെയുള്ളവ നടത്തുന്നത് എന്ന്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊന്നായിരുന്നോ സംസ്ഥാന സർക്കാർ നടത്തിയ അല്ലെങ്കിൽ സംഘടിപ്പിച്ച അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്നത്? ഒരു സമയത്ത് ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്ത വളരെ ഒട്ടും പക്വതയില്ലാത്തൊരു തീരുമാനം, ആ തീരുമാനത്തിന് ശേഷം സർക്കാരിനേറ്റ തിരിച്ചടികളൊക്കെ നമ്മൾ കണ്ടതാണ് ആ വിഷയത്തിൽ. അതിനുശേഷം ഏറ്റവും ഒടുവിൽ വിശ്വാസികൾക്കൊപ്പം തങ്ങൾ നിൽക്കുന്നു അല്ലെങ്കിൽ സർക്കാർ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കാനായിരുന്നു അയ്യപ്പ ഭക്ത സംഗമം ഉൾപ്പെടെ നടത്തിയത്. ഈ രീതിയിൽ സർക്കാർ ഒരു പരിധിവരെ ഒരു പ്രായശ്ചിത്തം ചെയ്യുകയായിരുന്നു. അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് ഈ സെൻസേഷണൽ ഇഷ്യൂസ് അത് വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുന്നത് ഒറ്റത്തവണ മാത്രമാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം 414 സീറ്റോടു കൂടിയാണ് രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തെക്കാൾ വലിയ വോട്ടാണ് അന്ന് കിട്ടിയത്, സീറ്റും കിട്ടി. എന്നാൽ തൊട്ടടുത്ത ഇലക്ഷനിൽ
186 സീറ്റിലേക്ക് കോൺഗ്രസ് പാർട്ടി തകർന്നു വീണു. അതിന്റെ കാരണം ഇന്ദിരാഗാന്ധിയുടെ വിഷയം സെൻസേഷണൽ ആയിരുന്നു, ഒറ്റത്തവണ മാത്രമേ ഫലിച്ചുള്ളൂ. ഇതുപോലെ ശബരിമല യുവതീ പ്രവേശം എന്നുള്ള ആ ഒരു കാര്യം ഒറ്റത്തവണ മാത്രമാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത്. പിന്നീട് ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ട് കിട്ടി, അവർ അധികാരത്തിലിരിക്കുന്നു. അപ്പോൾ ആ വിഷയം കഴിഞ്ഞു, ഇനി എന്തുമാകാം എന്നൊരു ആത്മവിശ്വാസം CPM ഉണ്ടായി, ഇടതുപക്ഷത്തിനും ഉണ്ടായി. അതിനെ തുടർന്നാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്ന കാട്ടുകൊള്ള അരങ്ങേറിയത്. അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ പേരിൽ കോടാനുകോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് മോഷ്ടിച്ചു. കണക്കുകൾ ഇതുവരെ ഓഡിറ്റ് ചെയ്തിട്ടില്ല. യാതൊരു വിധത്തിലും അതിന്റെ കണക്കുകൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അവിടുത്തെ വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. 1 ലക്ഷം രൂപയുടെ കട്ടിലും കിടക്കയും, അതുപോലെ അതിന്റെ പേരിൽ മൂന്നാർ അടക്കമുള്ള റിസോർട്ടുകളിൽ, മൂന്നാർ കുമരകത്തെ റിസോർട്ടുകളൊക്കെ ബുക്ക് ചെയ്ത് VIP-കളെ അവിടെ താമസിപ്പിച്ചതും, അവിടേക്ക് വേണ്ടി വലിയ കിറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ കിറ്റുകളൊക്കെ വെറുതെ നഷ്ടപ്പെടുത്തിയതും, ഇതിന്റെ എല്ലാം മറവിൽ 10 കോടിയിൽ പരം രൂപ അടിച്ചുകൊണ്ട് പോയതും എല്ലാം നമ്മളിപ്പോ കാണുകയാണ്. അപ്പൊ നന്ദഗോവിന്ദം ഭജൻസ് അവിടെ പോയിട്ടുമില്ല, പാട്ട് പാടിയിട്ടുമില്ല, പക്ഷെ 10 ലക്ഷം രൂപ കൊടുത്തതായിട്ട് കണക്കെഴുതി കള്ളക്കണക്കുണ്ടാക്കിയതും എല്ലാം ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അയ്യപ്പ ഭക്ത സംഗമം എന്നുള്ളത് കോടികൾ അടിച്ചു മാറ്റാനുള്ള ഇടതുപക്ഷത്തിന്റെ രണ്ടാമത്തെ ഒരു തട്ടിപ്പ് മാത്രമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. യെസ്, എന്തായാലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകൾ സജീവമാവുകയാണ്. ശബരിമല യുവതീ പ്രവേശനം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പരിഗണിക്കുന്നതിന് സുപ്രീം കോടതി ഒരു 9 അംഗ ബെഞ്ചിനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വിവിധ നേതാക്കൾ ഇതിൽ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഒടുവിൽ ജയസൂര്യൻ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ശബരിമലയിൽ വീണ്ടും യുവതീ പ്രവേശനം നടത്താൻ മാത്രം ഒരു മണ്ടത്തരം സംസ്ഥാന സർക്കാർ കാണിക്കുമെന്ന് തോന്നുന്നില്ല. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.